ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് ക്യാരറ്റൊക്കെ കഴിക്കാത്ത മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു 3 വലിയ ക്യാരറ്റ് ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് അളവിലും ഇത് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 3 ക്യാരറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി ഇത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ക്യാരറ്റിൻ്റെ കളർ മാറുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിൻ്റെ കളർ മാറി വരുന്ന സമയത്താണ് നമ്മൾ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 7 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാരയുടെ അളവിലൊക്കെ നിങ്ങൾക്ക് മാറ്റങ്ങളൊക്കെ വരുത്താം. പഞ്ചസാര ചേർത്തിട്ട് വീണ്ടും നമ്മളിതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പം ചേർത്ത പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായിട്ട് അതിൽ കടന്നിട്ട് വേണം ഈ ഒരു ക്യാരറ്റ് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നാലേ ക്യാരറ്റ് നല്ല പോലെ മധുരം ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല പോലെ ഒന്ന് വെന്തതിന് ശേഷമാണ് നമ്മളിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള സേമിയ ചേർത്ത് കൊടുക്കുന്നത്. സേമിയക്ക് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഞാനിവിടെ കുറച്ച് ക്യാരറ്റിൻ്റെ അതേ അളവ് തന്നെയാണ് സേമിയ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സേമിയയുടെ അളവ് കൂട്ടിയിട്ടോ കുറച്ചിട്ടോ ഒക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ വേവിച്ചെടുത്തിട്ടുള്ള സേമിയാണ്. ഞാനിത് കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് വേവിച്ചെടുത്തിട്ടുള്ള സേമിയാണ്. പാലിലല്ല കേട്ടോ, വെള്ളത്തിൽ തന്നെ വേവിച്ചെടുത്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാലിൽ വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. സേമിയ വേവിച്ചെടുത്ത സമയത്ത് ഉപ്പ് ചേർക്കുന്നത് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ലപോലെ രണ്ടും കൂടെ ഒന്ന് വീണ്ടും നമ്മൾ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്തിട്ടുള്ളത്. കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ അളവ് കൂട്ടി കൊടുക്കുകയാണെങ്കിൽ പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് കുറച്ചാൽ മതി. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. പാൽപ്പൊടിയും കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്തിട്ട് വീണ്ടും നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. നമ്മൾ തീ ഓഫ് ചെയ്യരുത് കേട്ടോ. ഇതും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിൽ യോജിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ തീ ഓഫ് ചെയ്യാൻ പാടുള്ളൂ. എന്നാലേ ശരിക്കും സേമിയയിലും ക്യാരറ്റിലും നമ്മുടെ ചേർത്തിട്ടുള്ള ഈ ഒരു മിക്സൊക്കെ നന്നായിട്ട് ചേരുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഏലക്ക പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഏലക്കയും പഞ്ചസാരയും കൂടെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നല്ലപോലെ ഒന്നുകൂടെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടിയിട്ടോ കുറച്ചിട്ടൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഒരുപാട് അങ്ങോട്ട് വറ്റിച്ച് വരട്ടിയെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയും മതി. ഇനി ഒരു നെയ്യോ എണ്ണ തടവിയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് നമുക്കിത് മാറ്റി കൊടുക്കാം. നല്ല പോലെ തണുത്തതിന് ശേഷം നമുക്ക് നല്ല പോലെ പീസായിട്ട് മുറിച്ചെടുക്കാൻ പറ്റും. ഇതിൻ്റെ മുകളിൽ ഏത് നട്ട്സ് വേണേലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് പിസ്ത ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ തണുപ്പിച്ചതിന് ശേഷം നമുക്കിത് മുറിച്ചിട്ട് ബർഫി പോലെ അങ്ങനെ കഴിക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ സ്കൂപ്പ് ചെയ്തിട്ട് അങ്ങനെയും വേണമെങ്കിൽ കഴിക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഏത് കുട്ടികൾക്കാണെങ്കിലും ഇഷ്ടപ്പെടും. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.